നമസ്കാരം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിരുന്നു നമ്മുടെ സെപ്റ്റിക് ടാങ്ക് മാലിന്യം നമ്മുടെ എടപ്പാൾ തള്ളനെ പറ്റിയിട്ട്. അപ്പോൾ അത് സത്യം പറഞ്ഞാൽ ഒരുപാട് കളിയാക്കലുകൾക്കും ഒരുപാട് പരിഹാസത്തിൻ്റെ നടുവിലാണ് ഞാൻ പല വീഡിയോസും ചെയ്യണത്. ഇപ്പോൾ എൻ്റെ സഹപ്രവർത്തകർ പോലും ആ വീഡിയോ ഷെയർ ചെയ്തിട്ടില്ല. സത്യം അവർ എല്ലാവരും ചെയ്തിട്ടില്ല എന്നല്ല, വളരെ ചുരുക്കം ആൾക്കാരെ ചെയ്തിട്ടുള്ളൂ. പിന്നെ പല വിഷയങ്ങൾ എടുക്കുമ്പോഴും എൻ്റെ അടുത്ത് നേരിട്ട് ഭയങ്കര പരിഹാസങ്ങളും കളിയാക്കലുകളൊക്കെ തുടക്കക്കാരൻ എന്നുള്ള നിലയ്ക്ക് അത് അനുഭവിക്കണം, പലരും അനുഭവിച്ചിട്ടുണ്ടാവും. പക്ഷേ എനിക്ക് നിങ്ങളോടൊന്ന് പറയാനുള്ളത്, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾ എൻ്റെ വീട്ടിലേക്ക് ഈ വെള്ളം ഒഴുകി വരുന്നില്ല. നിങ്ങൾ എടപ്പാൾ ജീവിക്കുന്ന ആൾക്കാരുടെ അടുത്തേക്കാണ് ഈ വെള്ളമൊക്കെ ഒഴുകി വരുന്നത്. പക്ഷേ ഞാൻ എടപ്പാൾ കൊണ്ട് ജീവിക്കുന്ന ആളാണ്. എടപ്പാളുകാരാണ് എനിക്ക് ഓട്ടം വിളിക്കുന്നതും പൈസ തരുന്നത്. അപ്പോൾ ആ പൈസ കൊണ്ട് ജീവിക്കുന്ന ആളാണ് ഞാൻ പുന്നൂർക്കുളത്തുള്ളതാണ്. അപ്പോൾ എൻ്റെ സഹപ്രവർത്തകരോട് ഈ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് അവർ പറഞ്ഞു, അയ്യോ അവരൊക്കെ ആരാണ് ഒഴുക്കണമെന്ന് നമുക്കറിയില്ല, അത് അന്വേഷിക്കേണ്ട കടമ ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർക്കും മറ്റുള്ള ഹെൽത്ത് ഉദ്യോഗസ്ഥർക്കും. നമ്മുടെ നികുതിപ്പണം മേടിച്ചിട്ട് 10 മണിക്ക് ഓഫീസിൽ വന്ന് 5 മണിക്ക് വീട്ടിൽ പോയിട്ട് സുഖമായിട്ട് കഴിഞ്ഞ് കൂടണ കുറച്ച് ഉദ്യോഗസ്ഥന്മാരവിടെ ഉണ്ട്. ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട് നിങ്ങൾ ആരെങ്കിലും, ഞാനിത് തെളിവടക്കം കാണിച്ചു തന്നിട്ട് നിങ്ങൾ ആരെങ്കിലും ഒരാൾ പരാതിയായിട്ട് നിങ്ങൾ സ്റ്റേഷനിൽ പോയാൽ, പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോയി നോക്ക്. ചങ്ങരംകുളം പോലീസുകാർ നല്ല മികച്ച ആൾക്കാരാണ്, നല്ല ആൾക്കാരാണ്. നിങ്ങളൊരു പരാതിയായിട്ട് ഇന്ന് വരെ ഒരു മനുഷ്യന്മാർ പോയിട്ടില്ല. പോട്ടെ, ഇവിടെ എത്ര രാഷ്ട്രീയ പ്രവർത്തകരുണ്ട്, ആരെങ്കിലും പോയിട്ടുണ്ടോ? ആരും പോയിട്ടില്ല. അപ്പം ഇതിൻ്റെ ഒരു തെളിവ് ഞാൻ പറഞ്ഞുതരാം. എൻ്റെ വീഡിയോ കൊണ്ട് പ്രയോജനം വന്നത് വട്ടംകുളം നമ്മുടെ റോഡിലേക്ക് പോകുമ്പോഴത്തേക്ക് അവിടെ കട്ട വിരിച്ചതിൻ്റെ അപ്പുറത്ത് ഒരു കുഴി ഉണ്ടായിരുന്നു ഇല്ലേ, ആ കുഴി അവർ അടച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെയുള്ള ആൾക്കാർ അത് ഷെയർ ചെയ്ത് അതുകൊണ്ട് മാത്രമാണ് ആ കുഴി അടച്ചത്. ഇത് സർക്കാരിനൊന്നും ഒരു കാരണവശാലും കുറ്റം പറയാൻ പറ്റില്ല. കാര്യം സർക്കാർ ഫണ്ട് കൊടുത്ത് അവിടെ കുഴി അടപ്പിച്ച് അവിടെ കട്ട വിരിപ്പിച്ച് ഇത്രയും ചെയ്തു. അപ്പോൾ ഇതാരായിരിക്കും ചെയ്തിട്ടുണ്ടാവുക? സ്വാഭാവികമാണ്, അവിടെ ഇത് കോൺട്രാക്ട് എടുത്ത വ്യക്തി കുറേ കാശ് മുക്കിയിട്ടുണ്ടാവണം. ഇതറിയണമെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യണം. അങ്ങനെ ഷെയർ ചെയ്ത കാരണം മാത്രമാണ് ആ വട്ടംകുളത്തെ ആ കുഴികൾ അടഞ്ഞത്. പിന്നെ എൻ്റെ സഹപ്രവർത്തകരോട് എനിക്ക് പറയാനുള്ളത്, അവരെന്നെ മൂക്കി കയറ്റും, അവർക്ക് ഭയങ്കര ആരൊക്കെയുണ്ട്, ഗുണ്ടകളുണ്ട്. ആ ഗുണ്ടകളോടാണ് എനിക്ക് പറയാനുള്ളത്. ഗുണ്ടകൾ ഞാൻ ഇവിടെ കാളാച്ചാൽ കൊടക്കാട്ട് കുന്നാണ് താമസം. എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ വന്ന് ചെയ്തിട്ട് പോക്കൂ. പിന്നെ ചെയ്യുമ്പോൾ ജീവൻ തീർന്ന് വേണം പോകാനായിട്ട്. ഒരു തരി ജീവനെങ്കിലും ബാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നീയൊന്നും ജീവിതകാലം ഗുണ്ടാപ്പണിയായിട്ട് പുറത്തേക്ക് ഇറങ്ങാത്ത രീതിയിലുള്ള പണി ഞാനും കാണിച്ചു തരാം. അപ്പോൾ അതിനൊക്കെയുള്ള ചങ്കൂറ്റമൊക്കെ ഉള്ളത് കൊണ്ടാണ് ഞാൻ ആ വീഡിയോ എടുത്തതും ഇട്ടതും. ഇത് നിങ്ങൾ എടപ്പാളുകാർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്തത്. നിങ്ങൾ മലിനജലമാണ് കുടിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭവിഷ്യത്ത് എന്താണെന്നുള്ളത് ഞാൻ പറയണ്ട. ഇപ്പം നമുക്ക് ഒരു പനി വന്നപ്പോൾ തന്നെ അറിയാം. ഇപ്പോഴത്തെ പനി സ്വാഭാവികമായിട്ടും ഒരു പനിയായിട്ട് കണക്കൂട്ടാനായിട്ട് എനിക്ക് പറ്റൂല. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അത്രയും ബുദ്ധിമുട്ട്, പഴയകാല പനിയൊന്നും അല്ലേ ഇപ്പോൾ വന്നത്. എനിക്ക് തോന്നുന്നത് എന്തോ കൊറോണയുടെ വകഭേദമാണ്. ഇനിയിപ്പോൾ അത് പുറത്ത് മറ്റേ ആരോഗ്യവകുപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി വീണ്ടും ലോക്ക്ഡൗൺ ആവുമെന്ന് വിചാരിച്ചിട്ടാവാം ചിലപ്പോൾ ഒരു പക്ഷേ പറയാതിരിക്കുന്നത്. അപ്പോൾ എൻ്റെ സഹപ്രവർത്തകരോട് എനിക്കൊന്നേ പറയാനുള്ളൂ, നിങ്ങൾ എന്നെ വളർത്തിക്കഴിഞ്ഞാൽ ഞാൻ നാളെ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നിങ്ങൾക്ക് വേണ്ടിയിട്ട് പുറത്തുനിന്നുള്ളൊരു വ്ളോഗർമാരും വന്നിട്ട് ഇത് ഇന്ന ആൾക്ക് വയ്യ, ഈ ആൾക്ക് ഒന്ന് സഹായിക്കണമെന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ കൂടെ ആരും നിൽക്കില്ല. എന്നെ നിങ്ങൾ വളർത്തിക്കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കും. നിങ്ങൾ വളർത്തിയില്ലെങ്കിലും നിങ്ങളുടെ കൂടെ നിൽക്കില്ല എന്നല്ല പറയണത്. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഒരു വീഡിയോ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ലൈക്ക് ചെയ്യണ്ട, ഷെയർ ചെയ്ത് വിടുക. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെയുള്ള ആൾക്കാരെ, ഞാൻ ഇവിടെയുള്ള ആളല്ല, എൻ്റെ ഇവിടെയുള്ള വളരെ ചുരുക്കം സുഹൃത്തുക്കൾ മാത്രമേ ഉള്ളൂ. ഞാൻ ഷെയർ ചെയ്ത് കഴിഞ്ഞത് അവർ മാത്രമേ കാണുള്ളൂ. നിങ്ങൾ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് രാഷ്ട്രീയ പ്രവർത്തകരുണ്ട്, അവർ കാണും. ശരിക്കും പറഞ്ഞാൽ ഈ വിഷയമൊന്നും ആരും അറിഞ്ഞിട്ടില്ല. എൻ്റെ വീഡിയോ കാണാൻ കംപ്ലീറ്റ് കൊച്ചിയിലിരുന്നിട്ടും തിരുവനന്തപുരത്ത് ഇരുന്നിട്ടും അവിടെയുള്ള ആൾക്കാർ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് കിട്ടുള്ളൂ. അവരൊന്നും നിങ്ങൾ ഇവിടെ വന്നിട്ട് ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഉറക്കം നടിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ ഉണർത്തേണ്ടത് എടപ്പാളുകാരുടെ കടമയാണ്. അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വലിയ രോഗത്തിലേക്കാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ ഈ ഒരു പനി തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ഇന്നും ഞാൻ അമ്മേനെ ഇട്ട് ആശുപത്രിയിൽ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച എൻ്റെ അമ്മ അഡ്മിറ്റായി. ഈ കഫക്കെട്ട്, അതുപോലെ തന്നെ യൂറിൻ ഇൻഫെക്ഷൻ, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഈ പനി വന്നതിന് ശേഷം എനിക്കും ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. നമ്മളിൽ ഓരോരുത്തർക്കും ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അത് ആരോഗ്യവകുപ്പ് എന്താണ് അതിനെപ്പറ്റി ഒന്നും മിണ്ടാത്തതെന്ന് എനിക്ക് അറിയില്ല. ചിലപ്പോൾ എന്തെങ്കിലും വകഭേദങ്ങളൊക്കെ മാറി തിരിഞ്ഞൊക്കെ വന്നതായിരിക്കാം. പഴയ പനിയൊന്നും അല്ല ഇതെന്തായാലും. അപ്പോൾ ദയവ് ചെയ്തിട്ട് നിങ്ങൾ എൻ്റെ വീഡിയോ ഷെയർ ചെയ്യണം. എന്താ പറയുക, എൻ്റെ വീഡിയോ മറ്റുള്ളവരിലേക്ക്, ഇവിടുത്തെ ഉദ്യോഗസ്ഥരിലേക്ക് എത്തിക്കണം. അത് മാത്രമല്ല, പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് നിങ്ങൾ പരാതി കൊടുക്കണം. എനിക്ക് ചങ്ങരംകുളം പോലീസുകാരെ പറ്റി പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നമ്മുടെ പുന്നൂർക്കുളം ഭാഗത്ത് അമൃതരംഗൻ സാറുണ്ടായിരുന്നു. അടിപൊളി മെമ്പറായിരുന്നു. എൻ്റെ ഒരു മാതൃകാപരമായിട്ടുള്ളൊരു പോലീസുകാരൻ തന്നെയാണ് അമൃതരംഗൻ സാറ്. ഞങ്ങളുടെ അവിടെയുള്ള ഒരു ഉത്സവത്തിന് എനിക്ക് സാറിനായിട്ട് നേരിട്ട് സംസാരിക്കാനുള്ളൊരു ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്.
അതിനോട് കടപിടിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ് ഇവിടെ ഉള്ളത്. നല്ല ഉദ്യോഗസ്ഥന്മാരാണ് ഇവിടെ ഉള്ളത്. നിങ്ങൾ ആരെങ്കിലും പരാതിയായിട്ട് പോയി കഴിഞ്ഞാൽ അതിനൊരു പരിഹാരം ഉണ്ടാവും. പിന്നെ അത് മാത്രമല്ല, ഹെൽത്തുകാർ, മറ്റുള്ള പഞ്ചായത്തിലുള്ളവർ, ഇവരെയൊക്കെ നിങ്ങൾ പരാതി കൊടുക്കണം. ഞാൻ കാണിച്ചു തരാനുള്ള നിങ്ങൾക്ക് തെളിവടക്കം കാണിച്ചു തന്നിട്ടുണ്ട്. ബാക്കി നിങ്ങളുടെ കടമയാണ്, നിങ്ങളാണ് അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പ്രതിബദ്ധത ഞാൻ കാണിച്ച്, പ്രതികരിക്കാനുള്ളത് നിങ്ങളാണ്. ഇത് നിങ്ങൾ ഒരു 5-6 ആൾക്കാരല്ലാണ്ട് ഷെയർ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഇല്ല, ഷെയർ ചെയ്തിട്ടില്ല. അത് അധികം ഷെയർ പോയിട്ടില്ല. 10,000 ആൾക്കാർ കണ്ടിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിനൊക്കെ ഒരു പരിഹാരം കാണാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കയ്യിലുള്ള ആയുധം സോഷ്യൽ മീഡിയയാണ്. ആ സോഷ്യൽ മീഡിയ വെറും തോണ്ടിക്കളിക്കൽ മാത്രമല്ല, അതിനകത്ത് ഇങ്ങനെയും കുറേ പരിപാടികളൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും ഞാനും ഇതിൽ നിന്ന് എന്തെങ്കിലും വരുമാനം കിട്ടുമെന്ന് ഉദ്ദേശിച്ചിട്ട് തന്നെയാണ് ഞാനും ഇത് ചെയ്യണത്. നിങ്ങൾക്കും ചെയ്യാം. എനിക്ക് മാത്രമല്ല, ഈ എടപ്പാളുകാർ മൊത്തം ചെയ്തെന്ന് ഓർത്തിട്ട് ഞാനങ്ങോട്ട് താഴത്തേക്ക് പോകുന്നില്ല. ഇത് കാണുന്നതെന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് ആൾക്കാരാണ്. ഇത് വലിയൊരു ലോകമാണ്. ഇത് തിരിച്ചറിയുക. നിങ്ങൾക്കും വേണമെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഉള്ള വീഡിയോകൾ ചെയ്യാം. അതിന് വേണ്ടുന്ന സഹായങ്ങൾ നിങ്ങൾ നേരിട്ടിട്ട് കഴിഞ്ഞാൽ കിട്ടില്ല. അതിന് ആപ്പുകളുണ്ട്. നിങ്ങൾ വന്ന് ചോദിച്ചു, എന്നോട് ചോദിച്ചു ഏതൊക്കെ ആപ്പുകളാണെന്നുള്ളത് ഞാൻ പറഞ്ഞു. ഞാൻ ഇപ്പോൾ ചെയ്യുന്ന ആപ്പുകൾ എന്തൊക്കെയാണെന്നുള്ളതും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ് പഠിപ്പിച്ചു തരാം. അപ്പോൾ ഓട്ടോവാല എന്നും നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ട്. എന്ത് കാര്യത്തിന് വിളിച്ചാലും തീർച്ചയായിട്ടും വന്നിരിക്കും. ഒരു എന്താ പറയുക, അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ന്യായമെന്ന് തോന്നുന്നത്, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് എന്ന് തോന്നുന്നത് നമ്മൾ തുറന്ന് പറയാനുണ്ട്. നമ്മൾ ആരെ പേടിക്കേണ്ടത്? അങ്ങനെ പേടിക്കാനാണെന്നുണ്ടെങ്കിൽ ഈ മീശയൊക്കെ എടുത്തൊരു ചുരിദാറിട്ടൊക്കെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങില്ലേ? എന്തിനാ വെറുതെ ഇങ്ങനെ ഈ ആണുങ്ങളായിട്ട് ജീവിക്കുന്നത്? ആണുങ്ങളായിട്ട് ജീവിക്കുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും തെറ്റുകൾ കണ്ടാൽ തുറന്നു പറയും. ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരല്ല, ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണാധികാരികളാണ് അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. രാഷ്ട്രീയ പാർട്ടി ആയതുകൊണ്ട് ഇതിലേക്ക് വന്ന്, പക്ഷെ അവർ ചെയ്യണ പ്രവൃത്തികൾ ശരിയല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ശരിയല്ല എന്ന് തന്നെ പറയും. അതിന് എന്നെ അങ്ങോട്ട് പാർട്ടി വിരുദ്ധനാക്കണ്ട. എല്ലാ പാർട്ടിയും, ഇപ്പം എനിക്ക് ഒരു പാർട്ടിയോട് മാത്രമുള്ളൊരു കൂറൊന്നുമില്ല. ഞാൻ ജീവിക്കാൻ വേണ്ടിയിട്ട് ഓട്ടോറിക്ഷ ഓടിച്ച് അതിൽ നിന്ന് വരുമാനം കിട്ടിയിട്ട് ജീവിക്കുന്ന ആളെ ഇവരാരും 5 പൈസ എനിക്ക് തരുന്നില്ല. ഈ പറയണ ഒരു ഓട്ടോറിക്ഷക്കാർക്കും നിങ്ങൾ 5 പൈസ തരുന്നില്ല. നിങ്ങൾ പറച്ചിലിൽ എല്ലാം മെമ്പർഷിപ്പൊക്കെ അടിപ്പിക്കേണ്ട, എല്ലാം അടിപ്പിക്കേണ്ട. പക്ഷേ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഞങ്ങൾക്ക് അറിയാവുന്ന ഒരു വയ്യാണ്ട് കിടന്നിട്ട് ഇപ്പോഴും അവർ നരകയാതന അനുഭവിക്കാന്നല്ലാണ്ട് നിങ്ങളൊന്നും 5 പൈസ എന്നാ നിങ്ങളിത് വെച്ചോ എന്നുകൊണ്ട് കൊടുക്കാനായിട്ട് എൻ്റെ അറിവിലില്ല. ഇനി ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞു തന്നേക്ക്, ഇന്ന ആൾക്ക് ഇത് ഇത്ര രൂപ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്നാൽ അത് ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞു തന്നോ, ഞാൻ തിരുത്താം. അപ്പം തിരുത്താം. ഇപ്പം ഏതായാലും ഇതിങ്ങനെ തന്നെ നിലനിൽക്കട്ടെ. തീർച്ചയായിട്ടും എല്ലാവരുടെയും കൂടെ ഓട്ടോവാല ഉണ്ടാവുമെന്ന് ഒന്നുകൂടി ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് ഞാൻ വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.